ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ പോയി കയ്യടി നേടുന്നത് പോലെയാണ് ഇന്ത്യൻ ജനതയും. മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന പരിഗണന മറ്റാർക്കും കിട്ടില്ല. പ്രത്യേകിച്ച് മോദിയെ പോലെ ശക്തമായൊരു നേതാവ് ഭരണത്തിൽ കയറിയതിനു ശേഷം എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, ആപത്ഘട്ടങ്ങളിൽ സഹായഹസ്തവുമായി മുന്നിട്ടിറങ്ങാൻ ഇന്ത്യക്കാരോളം വരുന്ന മറ്റു രാജ്യക്കാരില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സിംഗപ്പൂരിലും ഇന്ത്യക്കാർ അഭിമാനമായി മാറിയ വാർത്ത പുറത്തു വരുന്നത്. സിംഗപ്പൂരിൽ സിംഗ് ഹോളിൽ വീണ കാറിൽ നിന്നും കാർ ഓടിച്ചിരുന്ന യുവതിയെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ ഇന്ത്യക്കാരന് അഭിമാന പ്രവാഹമാണ്. ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് അപകടം നടന്നത്. പെട്ടെന്ന് റോഡിലൊരു ഗർത്തം രൂപം കൊള്ളുകയും അതിലേക്ക് കാർ മറിയുകയുമായിരുന്നു. ഈ സിംഗ് ഹോളിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നതിനാൽ തന്നെ കാർ അതിൽ മുങ്ങിപ്പോയി. തക്ക സമയത്തുണ്ടായ ഇടപെടലിലൂടെയാണ് കാർ ഓടിച്ചിരുന്ന യുവതിയെ പുറത്തെടുക്കാനും രക്ഷപ്പെടുത്താനും സാധിച്ചത്. സിംഗപ്പൂരിലെ നാഷണൽ വാട്ടർ ഏജൻസിയായ പബ്ലിക് യൂട്ടിലിറ്റീസ് ബോർഡിന്റെ കീഴിൽ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന സ്ഥലത്തിനടുത്താണ് ഈ ഗർത്തം രൂപപ്പെട്ടതും കാർ അപകടത്തിൽപ്പെട്ടതും. കാർ സിംഗ് ഹോളിലേക്ക് മറിഞ്ഞത് ആദ്യം കണ്ടവരിൽ ഒരാൾ സൈറ്റ് ഫോർമാനായ ഇന്ത്യക്കാരൻ പിച്ചൈ ഉദയപ്പൻ സുബ്ബയായിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ കാറിലുണ്ടായിരുന്നവരെ രക്ഷിക്കാനായി അങ്ങോട്ട് ഓടിയെത്തുകയായിരുന്നു. ഓഹിൻ കൺസ്ട്രക്ഷനിലെ സൈറ്റ് ഫോർമാനാണ് 46-കാരനായ സുബ്ബയ്യ. അദ്ദേഹം ഗർത്തം രൂപപ്പെടുന്നതും കാർ അതിലേക്ക് വീഴുന്നതും കാണുകയും തന്റെ തൊഴിലാളികളോട് ഒരു നൈലോൺ കയർ താഴേക്ക് എറിയാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. കാർ ഓടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ ഉടൻ തന്നെ കാറിന്റെ ഡോർ തുറക്കുകയും കയറിൽ പിടിക്കുകയും ചെയ്തു. അവരെ തൊഴിലാളികളെല്ലാം ചേർന്ന് മുകളിലേക്ക് വലിച്ചു കയറ്റി. മുകളിലെത്തിയ ഉടനെ അവരെ ആശുപത്രിയിൽ എത്തിച്ചു. ചാനൽ ന്യൂസ് ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യക്കാരനായ സുബ്ബയ്യ കഴിഞ്ഞ 22 വർഷമായി സിംഗപ്പൂരിൽ ജോലി ചെയ്യുകയാണ് എന്നാണ്. രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തനിക്ക് പേടിയുണ്ടായിരുന്നു, അതേസമയം എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണമെന്നും തോന്നിയിരുന്നു. ഒടുവിൽ രക്ഷിക്കാനായപ്പോൾ കൃതജ്ഞത തോന്നിയെന്നാണ്. അതേസമയം നിരവധി പേരാണ് സുബ്ബയ്യയുടെ പെട്ടെന്നുള്ള ഇടപെടലിനെ പ്രകീർത്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുകൾ ഇടുന്നത്. അതേസമയം ഇന്ത്യ സിംഗപ്പൂർ തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിൽ ഇന്ത്യയും സിംഗപ്പൂരും ശക്തമായ ബന്ധം നിലനിർത്തുന്നുണ്ട്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന വ്യാപാര പങ്കാളി എന്ന നിലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിന്റെ വിജയത്തിന് സിംഗപ്പൂരിന്റെ പ്രാധാന്യം തെളിവാണ്. കൂടാതെ നഗരാസൂത്രണത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും അതിന്റെ സ്ഥാപനങ്ങൾ സജീവ പങ്ക് വഹിക്കുന്നതിനാൽ സിംഗപ്പൂർ ഇന്ത്യയുടെ മുൻനിര വിദേശ നിക്ഷേപ സ്രോതസ്സായി തുടരുന്നുണ്ട്. ഇന്ത്യ സിംഗപ്പൂർ തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തിയ സിംഗപ്പൂർ ഇന്ത്യയുടെ ഒരു പ്രധാന സാമ്പത്തിക പങ്കാളിയാണ്. ആസിയാൻ മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും ആഗോളതലത്തിൽ 8ാമത്തെ വലിയ രാജ്യവുമാണ് ഇത്. ഇന്ത്യയിലേക്കുള്ള വിദേശ നേരിട്ടുള്ള നിക്ഷേപത്തിന്റെ മുൻനിര സ്രോതസ്സായി ഇത് സ്ഥിരമായി തുടരുന്നു. കൂടാതെ ബാഹ്യ വാണിജ്യ വായ്പകളിലും വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപത്തിലും ഒരു പ്രധാന സംഭാവന നൽകുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ജൂലൈ-സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യയുടെ മൊത്തം FDI ഒഴുക്കിന്റെ 50% സിംഗപ്പൂരിൽ നിന്നാണ്. FDIയിൽ 43% വർധനവോടെ $13.6 ബില്യൺ ഡോളറായി. 2000 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ ഇന്ത്യയിലേക്കുള്ള സിംഗപ്പൂരിന്റെ സഞ്ചിത FDI സംഭാവന ഏകദേശം $159.94 ബില്യൺ ഡോളറായിരുന്നു. 2025 ജനുവരിയിൽ സിംഗപ്പൂർ പ്രസിഡന്റ് താർമർ ഷൺമുഖരത്നം 2025 ജനുവരി 14 മുതൽ 18 വരെ ഇന്ത്യ സന്ദർശിച്ചു. ജനുവരി 17 മുതൽ 18 വരെ ഒഡീഷ സംസ്ഥാനത്തേക്കുള്ള 2 ദിവസത്തെ സന്ദർശനവും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു ദശാബ്ദത്തിനിടെ ഒരു സിംഗപ്പൂർ പ്രസിഡന്റ് ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമായിരുന്നു ഇത്. 2024 സെപ്റ്റംബർ 4-5 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ ഔദ്യോഗിക സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും 4 പ്രധാന കരാറുകൾ ഒപ്പുവെച്ചു. പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ മേഖലയെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി ഇന്ത്യയും സിംഗപ്പൂരും ബഹുമുഖ ഉഭയകക്ഷി ബന്ധം ആസ്വദിച്ചു വരുന്നുണ്ട്. പങ്കിട്ട മൂല്യങ്ങളും സാമ്പത്തിക അവസരങ്ങളും ഇതിന് അടിവരയിടുന്നു. ഇരു രാജ്യങ്ങൾക്കും വിപുലമായ രാഷ്ട്രീയ പ്രതിരോധ ബന്ധങ്ങളും വളരുന്ന സാമ്പത്തിക സാങ്കേതിക സഹകരണവും ഊർജ്ജസ്വലമായ സാംസ്കാരിക മാനുഷിക ബന്ധങ്ങളുമുണ്ട്. കിഴക്കൻ ഏഷ്യ ഉച്ചകോടി, G20, കോമൺവെൽത്ത്, IORA, IONS എന്നിവയുൾപ്പെടെ നിരവധി ഫോറങ്ങളിൽ ഇരു രാജ്യങ്ങളും അംഗങ്ങളാണ്. ഇത് അന്താരാഷ്ട്ര വിഷയങ്ങളിലെ അവരുടെ ഐക്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ ചട്ടക്കൂട് നൽകുന്നതിനായി ഇരു രാജ്യങ്ങളും CECA, ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ, ഉഭയകക്ഷി വ്യോമസേവന കരാർ, പ്രതിരോധ സഹകരണ കരാർ, പരസ്പര നിയമസഹായ ഉടമ്പടി, നഴ്സിംഗിനെ കുറിച്ചുള്ള പരസ്പര അംഗീകാര കരാർ എന്നിവയുൾപ്പെടെ നിരവധി കരാറുകൾ അവസാനിപ്പിച്ചു. സംയുക്ത മന്ത്രിതല സമിതിയും ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശയും 20-ലധികം പതിവ് ഉഭയകക്ഷി സംവിധാനങ്ങൾ, സംഭാഷണങ്ങൾ, വ്യായാമങ്ങൾ എന്നിവയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.